കുഴപ്പമില്ല, ആവറേജ്. കോമഡി പടം കോമഡി എനിക്ക് തോന്നിയില്ല. പിന്നെന്താ പറയാ, നമ്മളെ ആ ഒരു പിന്നെ ചാനലാണ്. എന്താ പറയാ, ഞാൻ പറഞ്ഞ ആവറേജ് ഉള്ളു. വലിയ നമ്മൾ പ്രതീക്ഷിച്ച പോണ സിനിമയൊന്നുമല്ല. കിട്ടാന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ച് പോയി കാണുന്ന സിനിമയൊന്നുമില്ല. കണ്ടിരിക്കാം. ഉള്ളതില്ല. സാധാരണ ഫിനീഷ് അല്ല എന്തുവാ ധ്യാന്റെ പടം പോലെ തന്നെ. ആവറേജ് പടം. പെർഫോമൻസ് കുഴപ്പമില്ല, പക്ഷെ മൊത്തത്തിൽ കൊള്ളത്തില്ല. നല്ല സിനിമ. ഓ നല്ല കണ്ണു നിറഞ്ഞു പോകും. നല്ലൊരു നന്മയുള്ള ഒരു കുഞ്ഞു സിനിമ. കോമഡി അല്ല, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഫാമിലി പിന്നെ ധൈര്യമായിട്ട് വരാം. ഫാമിലി ആയിട്ട് വന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റും. നല്ല സോങ്, ഷാൻ റഹ്മാനായാലും അഭിനേതാക്കളായാലും എല്ലാവരും നന്നായിട്ട് ചെയ്തു. എല്ലാവരും നന്നായിട്ട്. പ്രയാഗയുടെ ഒരു നാടൻ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. വളരെ നന്നായിട്ടുണ്ട്. അല്ല, ബുള്ളറ്റിനെ ഇഷ്ടപ്പെടുന്ന, അതായത് ബുള്ളറ്റിനെ ഇഷ്ടപ്പെടുന്ന, നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ, നമുക്ക് ഓരോ പാഷൻ ഉണ്ടാവുമല്ലോ. പക്ഷെ ബുള്ളറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരന്റെ വളരെ എന്താ പറയാ, ഒരു ഫീൽ ഗുഡ് മൂവി. ഇമോഷനൊക്കെ ശരിക്കും വർക്ക്ഔട്ട് ആയിട്ടുണ്ട് നന്നായിട്ട്. ഇന്റർവെലിന് ശേഷം ഒന്നും പറയാനില്ല. ഷാലു റബി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു എക്സെൻട്രിക് ആയ ഒരു യുവാവിന്റെ ആ ഒരു എല്ലാവരും എൻ്റർലി ക്രൂ എല്ലാവരും നന്നായിട്ടുണ്ട്. വളരെ നല്ലൊരു സിനിമ. അയ്യോ, നല്ല ഫിലിമാണ് ശരിക്കും. കാരണം വെച്ചാൽ ബുള്ളറ്റിനെ പ്രൊമോട്ട് ചെയ്യണ എനിക്കറിയാവുന്ന 2 ടീമുണ്ട് ഇവിടെ. ബുള്ളറ്റ് ഹുദ്ദ, പിന്നെ ബുള്ളറ്റ് ഹൂഡ് എന്നും പറഞ്ഞ് 2 ബുള്ളറ്റിന്റെ ക്ലബ്ബുകളുണ്ട്. അവരൊക്കെ ശരിക്കും നല്ല മൂവി. ധ്യാന്റെ കുറെ നാളിന് ശേഷം വന്ന നല്ലൊരു ഫിലിം. പിന്നെ ഈ പുള്ളി പറഞ്ഞ പോലെ ഫീൽ ഗുഡ് ഫിലിം ഫാമിലി ആയിട്ട് നമുക്ക് കാണാം. എനിക്കിഷ്ടമായി. എന്തോ ബുള്ളറ്റിനാണ് ഇതിനകത്ത് ഹീറോ, ധ്യാൻ സെക്കൻഡ്. ശരിക്കും നല്ല മൂവി, എനിക്കിഷ്ടമായി. ഉള്ള കാര്യം പറയാം. എന്തോ ഫാമിലിയാണ്. ഇതിനകത്ത് ഒന്നും കളയാനില്ല ശരിക്കും. ഇത് പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവരുടെ പ്രൊമോഷൻ മോശമായി പോയി. ഞാനിവിടെ അടുത്ത് താമസിക്കുന്നത്, പക്ഷെ നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല ഈ പടം വന്ന കാര്യം, റിലീസ് ചെയ്ത കാര്യം. അങ്ങനെയാണെങ്കിൽ ഇത് ശരിക്കും ഒന്ന് പ്രൊമോട്ട് ചെയ്താൽ ഇത് സക്സസ് ആണ് മൂവി. കാരണം ആർക്കും ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാം. വലിയ മോശമായിട്ടൊന്നുമില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ്. പക്ഷെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ബുള്ളറ്റ് ഒരു ക്രേസാണ്. അതിന് പറ്റിയ മൂവി. ഐ ലൈക്ക് ഇറ്റ്. മാത്രമേ ഉള്ളൂ. നല്ല സിനിമയാണ്. എല്ലാവരും കുടുംബസമേതം വന്നിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. നല്ലൊരു കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, നല്ല ഫീൽ കിട്ടുന്ന ഒരു ഫിലിമാണ്. അതുപോലെ ബുള്ളറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇത് വന്ന് കാണണം. ബൈക്കിനോട് ഇഷ്ടമുള്ള എല്ലാവരും കാണണം. കാരണം അതൊരു നല്ലൊരു ഇതായിരിക്കും. മാത്രമല്ല, ഈ ടൂറൊക്കെ പോകുന്നവർക്ക് ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നല്ലൊരു ഇത് കിട്ടും. ഫാമിലി മൂവിയാണ്. ഫാമിലി ആയിട്ട് കാണണം. കാരണം ഫാമിലി ആയിട്ട് കാണണം എന്ന് പറയാൻ ഇതിൻ്റെ അകത്ത് ഒരുപാട് മെസ്സേജസ് ഉണ്ട്. നല്ല മെസ്സേജസ് ഉണ്ട്. ഓരോ എലമെന്റ്സിലും നല്ല മെസ്സേജസ് ഉണ്ട്. പിന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു തൃപ്തി വരുന്നുണ്ട്. അത് ധ്യാന്റെ, അതാണ് ഞാൻ പറയാൻ വിചാരിക്കുന്നത്. ധ്യാന്റെയും പ്രയാഗന്റെയും നല്ലൊരു കോമ്പിനേഷനാണ്. മാത്രമല്ല ധ്യാന്റെ ആക്ടിങ്ങിലാണെങ്കിൽ എല്ലാത്തിലും ഒരു ഡിഫറെന്റ് ഒരു പാറ്റേൺ തോന്നുന്നുണ്ട്. സാധാരണ ധ്യാന്റെ പടം കാണുന്നതും ഇതുമായിട്ട് ഒരു ഡിഫറെന്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു സ്നേഹമാണ് ബൈക്കിനോട്ടുള്ള സെന്റിമെന്റ് ഭയങ്കര ഇതുണ്ട്, നന്നായിട്ടുണ്ട്. DJ ഷാൻ റഹ്മാന്റെ മ്യൂസിക്, അതാണ് ഇതിൻ്റെ അകത്ത് ഒരു വേറെ തന്നെ ഒരു എലമെന്റ്സ് ആയിട്ട് പോകുന്നത്. നന്നായിട്ടുണ്ട്. നല്ല സിനിമയാണ്. കുടുംബത്തോടെ കാണാൻ പറ്റുന്ന സിനിമയാണ്. നല്ല മൂവിയാണ്. ഓക്കെ നല്ല മൂവിയാണ്. ധ്യാന്റെ പെർഫോമൻസ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നന്നായിട്ട് ധ്യാൻ ചെയ്തിട്ടുണ്ട്. എന്താണ്, ഫാമിലി മൂവിയാണ്. തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ജോണർ കൂടി പറ്റുന്ന ഒരു പടമാണ്. ഒരു ഫീൽ ഗുഡ് പോലത്തെ ഒരു ചെറിയ പടം. കൂടുതൽ ഈ പറഞ്ഞ പോലെ ഞാനൊരു ബുള്ളറ്റും അങ്ങനെ ബൈക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി തന്നെയായിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് വന്ന് എക്സ്പീരിയൻസ് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും. മൊത്തത്തിൽ കൊള്ളാം. നല്ല മൂവിയാണ്.